ഈ രാജ്യത്ത് വീശിയടിക്കുന്ന ഒരസംതൃപ്തിയും രോഷവുമുണ്ട്. തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം, ഇതിനെതിരെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. എന്താണ് ഇത്തരം ഒരു പ്രസ്ഥാനങ്ങളോടുള്ള ഒരു കമന്റ്? അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ലെങ്കിലും പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഈ രാജ്യത്ത് വീശിയടിക്കുന്ന ഒരസംതൃപ്തിയും രോഷവുമുണ്ട്. തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം, ഇതിനെതിരെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തന്നെ ചൊല്ലിട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, ജനങ്ങൾ വേണമെങ്കിൽ മുണ്ട് മുറുക്കി ഉടുത്ത് വേണമെങ്കിൽ രാജ്യത്തെ രക്ഷപ്പെടുത്തിക്കൊള്ളൂ എന്ന രൂപത്തിലാണ് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നത്. അദ്ദേഹം മെലണിയെ കാണാൻ പോകുന്നു. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്നില്ല, തൊഴിൽ ലഭിക്കുന്നില്ല, ഭക്ഷണം ലഭിക്കുന്നില്ല, വിലക്കയറ്റത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ രൂപത്തിലുള്ള സറ്റയർ രൂപത്തിൽ വരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്നാൽ ഇതുപോലുള്ള നടപടികളെ രാജ്യദ്രോഹപരമായിട്ടുള്ള രീതിയിൽ കണ്ട് അവരുടെ അക്കൗണ്ടുകൾ പൂട്ടുക എന്ന് പറയുന്നത് ഒരു ഫാഷിസ്റ്റ് സംവിധാനത്തിന് ചേരുന്ന നടപടിയാണ്. ഇന്ന് തെരുവിൽ പ്രതിഷേധിക്കാൻ പോയാൽ ആ കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ, ജനങ്ങളെ UAP ചുമത്തി ജയിലിലാക്കുന്നു. നോയിഡയിൽ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ന്യായമായ കൂലിക്ക് വേണ്ടി പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലാക്കുന്നു. എന്തിനും എപ്പോഴും ഈ പറയുന്ന ദേശീയ സുരക്ഷയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതുപോലുള്ള പ്രതിഷേധങ്ങളും ആവിഷ്കാരങ്ങളും തടയുന്നതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും.